Hello friends, once again welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ബേസ്ഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് നാൾക്ക് മുന്നേ ഞാനൊരു മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്രിഡേം മോയ്സ്ചറൈസറിന്റെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്, നല്ല റിവ്യൂ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ്. കുറേ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ഒരു മോയ്സ്ചറൈസിംഗ് ആണ് ന്യൂട്രിഡേം. പക്ഷേ ന്യൂട്രിഡേം മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്, എല്ലാവർക്കും അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അല്ല. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യേണ്ട ആവശ്യത്തിന് നമുക്ക് അത്രയും അങ്ങോട്ട് അഫോർഡബിൾ അല്ല ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം. പക്ഷേ നമുക്ക് അത്രയും വളരെ എഫക്റ്റീവായിട്ട് ന്യൂട്രിഡേമിനെ പോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെബാമെഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. സെബാമെഡിൻ്റെ ഇപ്പോൾ മിറർ ഇമേജ് ആയിട്ടായിരിക്കും കാണുന്നത്. സെബാമെഡിൻ്റെ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജെൽ ടെക്സ്ചറാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ കുറച്ചേ എടുക്കാറുള്ളൂ. ഇനി ഇങ്ങനെ വെള്ളത്തുള്ളി പോലെ ഇതുപോലെ ഭയങ്കര കണ്ടോ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഈ ന്യൂട്രിഡേം മോയ്സ്ചറൈസിങ് ക്രീം പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു മോയ്സ്ചറൈസിങ്, അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. നമ്മളിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ന്യൂട്രിഡേമിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന ഒരു ക്രീമാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഓയിലി സ്കിൻ ആയിക്കോട്ടെ, പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ എല്ലാ മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യുന്ന പോലെ തന്നെ സ്കിന്നൊക്കെ നല്ലപോലെ, മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്ന സമയത്ത് വേണം ഇത് മുഖത്തേക്ക് എടുത്ത് പരട്ടാൻ വേണ്ടിയിട്ട്. കെയറൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. CTMS ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യമായിട്ട് സി എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യുക, മുഖം നല്ലപോലെ ഏതെങ്കിലും നല്ല ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് ആണോ അത് യൂസ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്യുക. പിന്നെ ടി എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിന് പറ്റിയിട്ടുള്ള ഒരു ടോണർ യൂസ് ചെയ്യുക. അതിപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു റോസ് വാട്ടർ നമ്മുടെ സ്കിൻ റുട്ടീനിൽ ആഡ് ചെയ്യാം. റോസ് വാട്ടർ നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് അത് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ്, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസിങ് ക്രീം ഏതാണോ അത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിശ്വസ്തയോടുകൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഈ ഒരു സെബാമെഡിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, സൺസ്ക്രീൻ CTMSനകത്തെ സൺസ്ക്രീൻ മസ്റ്റായിട്ട്. ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് സൺസ്ക്രീനൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ നമുക്ക് സേവ് ചെയ്യാം, ഇനി വെയിൽ വരുമ്പോൾ യൂസ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ എല്ലാവരും മഴയത്തായാലും വെയിലത്തായാലും ഒക്കെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയാണ് നമ്മളുടെ CTMS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സെബാമെഡിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം എന്നോട് ആ ഒരു വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ന്യൂട്രിഡേം അല്ലാതെ വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം പറ്റിയതുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെബാമെഡ് മോയ്സ്ചറൈസർ ന്യൂട്രിഡേം മോയ്സ്ചറൈസറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ